CPM കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ വടകര ലോക്സഭാ മണ്ഡലത്തിലെ തുടർച്ചയായ തോൽവിയുമായി ബന്ധപ്പെട്ട് നേതൃത്വത്തിന് രൂക്ഷ വിമർശനം. തോൽവി അപമാനകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. തോൽവി സംബന്ധിച്ച് ഗൗരവകരമായി പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വടകരയിൽ നടക്കുന്ന CPIM കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന്റെ ചർച്ചയ്ക്കിടെയാണ് വടകര ലോക്സഭാ മണ്ഡലത്തിലെ തോൽവിയിൽ നേതൃത്വത്തിനെതിരെ പ്രതിനിധികൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വലിയ വീഴ്ചയുണ്ടായെന്ന് പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഉയർത്തിയുള്ള പ്രചാരണം ഗുണത്തെക്കാളേറെ ദോഷം ചെയ്തുവെന്ന് സമ്മേളന പ്രതിനിധികൾ വിമർശിച്ചു. ഇതിന് മറുപടി പറയുമ്പോഴാണ് മുഖ്യമന്ത്രിയും തോൽവിയെ രൂക്ഷമായി വിമർശിച്ചത്. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ മത്സരിച്ചിട്ടും വടകര പോലൊരു ശക്തി കേന്ദ്രത്തിൽ തുടർച്ചയായി തോൽവിയുണ്ടാകുന്നത് അപമാനകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ചയിൽ വ്യക്തമാക്കി. മുൻ MLA ജോർജ് M. തോമസിനെതിരെ ആരോപണം വന്നപ്പോൾ തന്നെ നടപടിയെടുക്കാതിരുന്ന ജില്ലാ നേതൃത്വത്തിന്റെ നിലപാടിനെതിരെയും സമ്മേളന പ്രതിനിധികൾ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. ഈ സമ്മേളനത്തോടെ നിലവിലെ ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ പദവി ഒഴിയും. പകരം സെക്രട്ടറി സ്ഥാനത്തേക്ക് നിലവിലെ കൺസ്യൂമർ ഫെഡ് ചെയർമാൻ M. മെഹബൂബ്, സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ MLAയുമായ A. പ്രദീപ് കുമാർ എന്നിവരുടെ പേരുകളാണ് പാർട്ടി പരിഗണിക്കുന്നത്. KK ദിനേശൻ, KK ലതിക എന്നിവരുടെ പേരും പരിഗണനാ പട്ടികയിലുണ്ട്. എങ്കിലും മെഹബൂബിനും പ്രദീപ് കുമാറിനുമാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. നാളെയാണ് CPIM കോഴിക്കോട് ജില്ലാ സമ്മേളനം സമാപിക്കുന്നത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.